അന്താരാഷ്ട്രീയം. സയനിസത്തിന് യൂറോപ്പിൻ്റെ പ്രഹരം. പി.കെ. നിയാസ്. ഫലസ്തീൻ അടഞ്ഞ അധ്യായമല്ലെന്നും പിറന്ന മണ്ണിൽ അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശം ഫലസ്തീനികൾക്കുണ്ടെന്നുമുള്ള പ്രഖ്യാപനം മുമ്പൊന്നുമില്ലാത്ത വിധം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. തെരുവുകളും സർവകലാശാല ക്യാമ്പസുകളും മാത്രമല്ല, ഭരണ നേതൃത്വങ്ങളും അത് ഏറ്റെടുത്തിരിക്കുന്നുവെന്നത് 2023 ഒക്ടോബർ 7 ഹമാസ് ഉൾപ്പെടെയുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ തുടക്കമിട്ട തൂഫാനുൽ അക്സയുടെ പ്രതിഫലനമാണ് എന്നതിൽ തർക്കമില്ല. യൂറോപ്യൻ രാജ്യങ്ങളായ അയർലൻഡും നോർവേയും സ്പെയിനും സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിച്ചത് ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നു. മെയ് 10 UN പൊതുസഭയുടെ അടിയന്തര യോഗം ബഹുഭൂരിപക്ഷത്തോടെ ഫലസ്തീനെ പിന്തുണയ്ക്കുകയും രക്ഷാസമിതിയോട് അംഗീകാരത്തിന് ശുപാർശ ചെയ്യുകയും ചെയ്തതിൻ്റെ തിരിച്ചടിയിൽ നിന്ന് കരകയറുന്നതിനു മുമ്പാണ് 3 സൗഹൃദ രാജ്യങ്ങളിൽ നിന്ന് സയനിസ്റ്റ് ഭരണകൂടത്തിന് മറ്റൊരു പ്രഹരമേൽക്കുന്നത്. UN-ലെ 193 അംഗങ്ങളിൽ 145 രാഷ്ട്രങ്ങൾ ഇതിനകം സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പിൽ അമേരിക്കയും ഇസ്രായേലും അർജന്റീനയും ഹംഗറിയും ഉൾപ്പെടെ 9 രാജ്യങ്ങൾ മാത്രമാണ് എതിർത്തത്. ബ്രിട്ടനടക്കം 25 രാജ്യങ്ങൾ വിട്ടുനിന്നു. ജനറൽ അസംബ്ലി ഫലസ്തീൻ രാഷ്ട്രത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതിൽ കലിപൂണ്ട് ഷ്രെഡിംഗ് മെഷീനിൽ UN ചാർട്ടറിൻ്റെ കോപ്പി നശിപ്പിക്കുക പോലുമുണ്ടായി ഇസ്രായേൽ അംബാസഡർ ഗിലാദ് എർദാൻ. പ്രമേയത്തെ അനുകൂലിച്ച രാജ്യങ്ങൾ UN ചാർട്ടറിനെ പിച്ച് ചീന്തിയെന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു ഉദ്ദേശമെങ്കിലും UN പ്രമേയങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കാത്ത രാജ്യത്തിൻ്റെ പ്രതിനിധിയാണ് താനെന്നത് അയാൾ മറന്നുപോയി. 1993 സെപ്റ്റംബർ 13 അമേരിക്കയുടെ കാർമ്മികത്വത്തിൽ ഇസ്രായേലും PLOയും ഒപ്പുവെച്ച ഓസ്ലോ കരാർ അനുസരിച്ച് 1999 മെയ് 4 നിലവിൽ വരേണ്ടതായിരുന്നു വെസ്റ്റ് ബാങ്കും ഗസയും കിഴക്കൻ ജെറൂസലമും ഉൾപ്പെടുന്ന സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം. എന്നാൽ ഫലസ്തീനികൾക്ക് രാജ്യം അനുവദിക്കില്ലെന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഉറച്ച നിലപാടാണെന്നത് ഒരു രഹസ്യം പോലുമല്ല. അന്താരാഷ്ട്ര ചട്ടങ്ങൾ അനുസരിച്ച് രക്ഷാസമിതിയാണ് സ്വതന്ത്ര ഫലസ്തീൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അമേരിക്ക വീറ്റോ ചെയ്യുമെന്നതിനാൽ UN-നെ മറികടന്ന് ലോകരാജ്യങ്ങൾ മറ്റു വഴി തേടുക മാത്രമാണ് പരിഹാരം. മിക്കവാറും മധ്യ പൗരസ്ത്യ, ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട്. അമേരിക്ക, കാനഡ, ആസ്ട്രേലിയ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയവയാണ് അപവാദം. 2014 സ്വീഡനാണ് ഫലസ്തീനെ അംഗീകരിച്ച ആദ്യ പശ്ചിമ യൂറോപ്യൻ രാജ്യം. ഫലസ്തീനികളോട് സ്വീഡനുള്ള പ്രതിബദ്ധതയ്ക്ക് 3/4 നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്. 1947-48 അറബ് ഇസ്രായേൽ പ്രശ്നത്തിൽ UN രക്ഷാസമിതിയുടെ മധ്യസ്ഥനായിരുന്ന ഫോക്ക് ബെർണാഡോട്ട് സ്വീഡിഷ് രാജകുടുംബാംഗവും നയതന്ത്രജ്ഞനുമായിരുന്നു. ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഫലസ്തീനികളുടെ മടങ്ങിവരാനുള്ള അവകാശത്തെക്കുറിച്ച് ശക്തമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ സയനിസ്റ്റ് ഭീകര സംഘടനയായ ലേഹിയുടെ പ്രവർത്തകർ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. 1948 ജൂൺ 27 ബെർണാഡോട്ട് UN-ന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നക്ബയുടെ ഇരകളായ ഫലസ്തീനികൾക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങിവരാനുള്ള അവകാശത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. ഇസ്രായേൽ അധിനിവേശത്തിനും വംശഹത്യക്കുമെതിരായ പ്രതിഷേധം അമേരിക്കയിലെയും യൂറോപ്പിലെയും സർവകലാശാലകളിൽ ശക്തിപ്പെട്ടതിനു പിന്നാലെയാണ് 3 യൂറോപ്യൻ രാജ്യങ്ങൾ പരസ്യമായി ഫലസ്തീനു വേണ്ടി രംഗത്തു വരുന്നത്. ഇസ്രായേലി വംശഹത്യക്കെതിരെ തുടക്കം മുതൽ ശബ്ദമുയർത്തിയവരാണ് സ്പെയിനും നോർവേയും അയർലൻഡും. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം മാത്രമാണ് മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിനുള്ള ഏക പരിഹാരമെന്ന് 90കളിൽ തന്നെ നിലപാടെടുത്തിട്ടുണ്ട് സ്പെയിനും നോർവേയും. 1991 മാഡ്രിഡ് സമാധാന സമ്മേളനവും 1993 ഓസ്ലോ ഉച്ചകോടിയും അത് ശരിവെക്കുന്നു. യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായ സ്വീഡൻ, ബൾഗേറിയ, ഹംഗറി, പോളണ്ട്, റുമാനിയ, സ്ലോവാക്യ, സൈപ്രസ് എന്നിവ നേരത്തെ ഫലസ്തീനെ അംഗീകരിച്ചതാണ്. സ്ലോവേനിയയും മാൾട്ടയും ബെൽജിയവും താമസിയാതെ അംഗീകരിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. തീവ്ര വലതുപക്ഷവാദിയായ വിക്ടർ ഓർബൻ അധികാരത്തിലെത്തിയതോടെ സയനിസ്റ്റ് ചേരിയിലേക്ക് ചാഞ്ഞ ഹംഗറി UN പൊതുസഭയിൽ ഫലസ്തീൻ രാഷ്ട്രത്തിന് എതിരെയാണ് ഇത്തവണ വോട്ട് ചെയ്തത്. കരീബിയൻ രാജ്യങ്ങളായ ബഹാമാസ്, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ജമൈക്ക, ബാർബഡോസ് എന്നിവയാണ് 2024 ഫലസ്തീനെ അംഗീകരിച്ച മറ്റു രാജ്യങ്ങൾ.
2011 UN-ൽ പൂർണ്ണാംഗത്വം നേടാനുള്ള ഫലസ്തീൻ്റെ നീക്കങ്ങൾ ശക്തിപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ തിരിച്ചടിയുണ്ടായെങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ സാംസ്കാരിക വിഭാഗമായ യുനെസ്കോയിൽ സമ്പൂർണ്ണാംഗത്വം നേടുന്നതിൽ വിജയിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് യുനെസ്കോക്കുള്ള സാമ്പത്തിക സഹായം അമേരിക്ക വെട്ടിച്ചുരുക്കി. എന്നാൽ 2012 UN പൊതുസഭ ഫലസ്തീന് നിരീക്ഷക പദവി നൽകി. 2015 ഏപ്രിൽ 1 അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലും 123ാമത്തെ അംഗരാജ്യമായി ഫലസ്തീൻ ചേർന്നു. ICC വാറന്റും ഇരട്ടത്താപ്പും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും പ്രതിരോധ മന്ത്രി യവ് ഗാലന്റിനെയും യുദ്ധക്കുറ്റങ്ങൾക്ക് വിചാരണ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള ICC ചീഫ് പ്രോസിക്യൂട്ടർ ഖരീം ഖാൻ്റെ തീരുമാനമാണ് സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരായ മറ്റൊരു പ്രഹരം. ഈ തീരുമാനത്തെയും പതിവ് പോലെ അമേരിക്കയും ബ്രിട്ടനും എതിർത്തു. ഇസ്രായേൽ അനുകൂലിയാണെങ്കിലും ICC നിലപാടിനൊപ്പമാണ് ഫ്രാൻസ് നിലയുറപ്പിച്ചത്. ജർമ്മനിക്ക് ICCയോട് ബഹുമാനമുണ്ടെങ്കിലും ഹമാസ് നേതാക്കൾക്കൊപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചത് ശരിയായില്ലെന്ന അഭിപ്രായമാണ്. 2023 മാർച്ച് 17 റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെതിരെ ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചപ്പോൾ സ്വാഗതം ചെയ്ത അമേരിക്കയും ബ്രിട്ടനും 2024 മെയ് 24 അതേ ICC നെതന്യാഹുവിനെതിരെ നീങ്ങിയപ്പോൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നതാണ് കണ്ടത്. പുടിനെതിരായ ICC നീക്കം ന്യായീകരിക്കാവുന്നതാണെന്നും റഷ്യൻ പ്രസിഡന്റ് യുദ്ധക്കുറ്റം ചെയ്തിരിക്കുന്നുവെന്നുമാണ് ബൈഡൻ അന്ന് പറഞ്ഞത്. അറസ്റ്റ് വാറന്റ് നടപ്പാക്കാൻ അംഗരാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്ന് ICCയിൽ അംഗമല്ലാത്ത അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പ്രസ്താവിച്ചു. ICC ചാർട്ടറിൽ ഒപ്പുവെച്ച ബ്രിട്ടൻ്റേതാണ് തികഞ്ഞ ഇരട്ടത്താപ്പ്. നെതന്യാഹുവിനു വേണ്ടി ICCയെ തള്ളിപ്പറയാൻ സുനക്കിന് മടിയുണ്ടായില്ല. ഇരട്ടത്താപ്പുകാർ വേറെയുമുണ്ട് ഈ കളരിയിൽ. ഓസ്ട്രിയ, ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങൾ ഉദാഹരണം. ഇവർക്കൊക്കെ പുടിനെ അറസ്റ്റ് ചെയ്തു കാണാൻ വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ പരിഷ്കൃത ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധക്കുറ്റവാളിയായ നെതന്യാഹു വിശുദ്ധ പശുവാണ്. തനിക്കെതിരായ ICC നീക്കത്തെ പതിവ് പോലെ സെമിറ്റിക് വിരുദ്ധമെന്ന് നെതന്യാഹു വിശേഷിപ്പിച്ചപ്പോൾ അറസ്റ്റ് വാറന്റ് ചരിത്രപരമായ അവഹേളനമാണെന്നും അതിനെ നേരിടാൻ തൻ്റെ മന്ത്രാലയത്തിനു കീഴിൽ പ്രത്യേക കമ്മിറ്റി രൂപവൽക്കരിക്കുമെന്നുമാണ് വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചത്. 36,000-ലേറെ മനുഷ്യരെ വംശഹത്യ നടത്താൻ ഉത്തരവിട്ടവരിൽ 2 പേരെ മാത്രമേ ICCക്ക് വേണ്ടിയിരുന്നുള്ളൂ. വംശഹത്യാ പ്രസ്താവനകൾ നിരന്തരം നടത്തിയ സയനിസ്റ്റ് ഭരണകൂടത്തിലെ പോലീസ് മന്ത്രി ബെൻ ഗ്വിർ, ധനമന്ത്രി സ്മോട്രിച്ച് തുടങ്ങിയവരെ ഒഴിവാക്കിയപ്പോൾ ഹമാസിൻ്റെ പരമോന്നത നേതാവ് ഇസ്മായിൽ ഹനിയ, ഗസയിലെ നേതാവ് യഹിയ സിൻവാർ, അൽ-ഖസാം ബ്രിഗേഡ് തലവൻ മുഹമ്മദ് അൽ-ദെയ്ഫ് എന്നിവരെ ലിസ്റ്റ് ചെയ്യാൻ പ്രോസിക്യൂട്ടർ മറന്നില്ല. ഇതിനെ തൂക്കമൊപ്പിക്കൽ എന്നുപോലും പറയാനാവില്ല. 2 സയനിസ്റ്റ് ഭീകരർക്ക് 3 ഹമാസ് നേതാക്കൾ എന്ന അനുപാതം തന്നെ പരിഹാസ്യമാണ്. അധിനിവേശ ഭീകരരും ചെറുത്തുനിൽപ്പ് നടത്തുന്നവരും ഒരുപോലെയാണോ? ഹമാസ് നേതാവ് സ്വാമി അബു സുഹരി പറഞ്ഞതാണ് ശരി. ഇരയെയും ആരാച്ചാരെയും ഒരേ ചരടിൽ കെട്ടുന്ന പരിപാടി. ICCയുടെ അറസ്റ്റ് വാറന്റ് നിലവിൽ വരുന്നതോടെ ബ്രിട്ടൻ ഉൾപ്പെടെ 124 രാജ്യങ്ങളിലേക്ക് നെതന്യാഹുവിനും മറ്റും യാത്ര ചെയ്യാനാവില്ല. വാറന്റുള്ളതിനാൽ തങ്ങളുടെ മണ്ണിൽ കാൽകുത്തിയാൽ ഈ രാജ്യങ്ങൾക്ക് സയനിസ്റ്റ് ഭീകരനെ അറസ്റ്റ് ചെയ്യാം. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഇത്. അതുകൊണ്ടാണ് US ഭരണകൂടവും സയനിസ്റ്റ് അനുകൂല രാഷ്ട്രീയ നേതൃത്വവും ICCക്കെതിരെ കൊലവിളി നടത്തുന്നത്. മനുഷ്യത്വം തൊട്ടുതീണ്ടാത്ത ക്രൂരന്മാരുടെ കൂട്ടമാണ് സയനിസ്റ്റ് പട്ടാളം. അധിനിവേശ ഫലസ്തീനിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന ചെയ്തികൾക്ക് സമാനതകളില്ല. റുവാണ്ടയിലെ ഹുതു മിലീഷ്യകളും ബോസ്നിയയിലെ സെർബ് വംശീയ ഭീകരരും അതുപോലുള്ളവരും ചരിത്രത്തിൽ കഴിഞ്ഞുപോയ അധ്യായങ്ങളാണെന്നെങ്കിലും പറയാം. എന്നാൽ പരിഷ്കൃത ലോകത്തിൻ്റെ സ്പോൺസർഷിപ്പിൽ ഇന്നും നിലനിൽക്കുന്ന തെമ്മാടിക്കൂട്ടമാണ് സയനിസ്റ്റ് അധിനിവേശ സേന. ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്തവർ. സയനിസ്റ്റ് സേനയുടെ ഭീകരതയല്ല, ഖസാം ബ്രിഗേഡിൻ്റെ ചെറുത്തുനിൽപ്പാണ് ICCക്ക് പ്രശ്നം. തൂഫാനുൽ അക്സയുടെ തുടക്കത്തിൽ ഇസ്രായേലിനൊപ്പമായിരുന്നു പ്രോസിക്യൂട്ടർ ഖരീം ഖാൻ. ശക്തമായ സമ്മർദ്ദമുണ്ടായപ്പോൾ മാത്രമാണ് തൂക്കമൊപ്പിക്കൽ നിലപാടിലേക്ക് അദ്ദേഹം മാറിയത്.
കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ രംഗത്തു വന്നു എന്നതാണ് UN പൊതുസഭാ വോട്ടെടുപ്പിലും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ വംശഹത്യാ കേസിലും നെതന്യാഹുവിനെതിരായ ICC നടപടികളിലും ദൃശ്യമായത്. ഇസ്രായേൽ വിഷയത്തിൽ യൂറോപ്പ് രണ്ട് തട്ടിലാണിപ്പോൾ. യുദ്ധക്കുറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന് ആരോപിച്ച് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയനെതിരെ ജനീവ ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ICCക്ക് പരാതി നൽകിയതും ഇതോട് ചേർത്ത് വായിക്കണം. ബൈഡനും ഋഷി സുനക്കും മക്രോണും ജസ്റ്റിൻ ട്രൂഡോയുമൊക്കെ വംശഹത്യക്ക് കൂട്ടുനിന്നതിൻ്റെ പേരിൽ വിചാരണ നേരിടേണ്ടവരാണെന്ന സന്ദേശം ലോകത്തിന് നൽകിയിരിക്കുകയാണ് ഈ നടപടി. ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയും ഭീഷണികൾ അവഗണിച്ച് സയനിസ്റ്റ് രാജ്യത്തെ ലോക കോടതി കയറ്റുകയും ചെയ്ത ദക്ഷിണാഫ്രിക്കയാണ് ഇക്കാര്യത്തിൽ നേതൃപരമായ പങ്കുവഹിക്കുന്നതെന്ന് പറയാം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും സയനിസ്റ്റ് ഭീകരതയ്ക്കെതിരെ രംഗത്തുണ്ട്. സയനിസ്റ്റ് ഭരണകൂടവുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതായി മെയ് 1 കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാലന്റിന്റെ ഭാഷ ജൂതന്മാരെക്കുറിച്ച് നാസികൾ പറഞ്ഞതിനു സമാനമാണെന്ന് തുറന്നടിക്കുകയുണ്ടായി പെട്രോ. സയനിസ്റ്റ് രാജ്യവുമായുള്ള ബന്ധം ബൊളീവിയയും സസ്പെൻഡ് ചെയ്തു. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡാ സിൽവ ഗസയിലെ വംശഹത്യയെ ഹോളോകോസ്റ്റുമായി താരതമ്യം ചെയ്തു നടത്തിയ പ്രസ്താവന പ്രസിദ്ധമാണ്. ലുലക്ക് കലവറയില്ലാത്ത പിന്തുണയാണ് കൊളംബിയയും ബൊളീവിയയും നൽകിയത്. ലോകം ഒറ്റക്കെട്ടായി നിന്ന് അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേൽ അതിൻ്റെ കാടത്തം തുടരുമെന്ന് തുറന്നടിച്ചത് ഫലസ്തീൻ കാര്യങ്ങൾക്കുള്ള UN ഉന്നത ഉദ്യോഗസ്ഥ ഫ്രാൻസിസ്ക അൽബനീസാണ്. റഫയിലെ വംശഹത്യ അവസാനിക്കുന്നതുവരെ കാത്തിരിക്കാതെ ലോകരാജ്യങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്ന മുന്നറിയിപ്പാണ് ഈ പ്രസ്താവന. ഇസ്രായേൽ ഫാഷിസം വെല്ലുവിളിക്കുന്നത് ലോക ജനതയെയാണ്.